നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ലിസി സെബാസ്റ്റ്യൻ. തടത്തിൽ നിന്നാണ് വീട്ടുപേര്. പാലായിൽ താമസിക്കുന്നു. ഞാൻ 2013 മെയ് മാസം 4-ാം തീയതി കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂടും പുകച്ചിലും ദാഹവുമായിരുന്നു. വെയിൽ കൊള്ളാൻ എനിക്ക് പറ്റിയല്ലായിരുന്നു. ഒരു ദിവസം 10-40 ഗ്ലാസ് വെള്ളം കുടിക്കുകയും 8-10 കരിക്ക് കഴിക്കുകയും എത്രയോ ഗ്ലാസ് മോരും വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഒത്തിരി നേരം നിൽക്കുമ്പോൾ ശരീരം വിറയ്ക്കുകയും ഇരിക്കണമായിരുന്നു. എനിക്ക് ചോറുണ്ടിട്ട് 7-8 മാസമായി. കഞ്ഞി മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർമാരെ കണ്ടപ്പോൾ ഹോർമോൺ വ്യത്യാസം കൊണ്ടാണെന്ന് പറഞ്ഞു. ആദ്യം ആയുർവേദവും പിന്നീട് ഇംഗ്ലീഷ് മരുന്നും ചെയ്തു. എനിക്ക് ഈ പുകച്ചിൽ കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അതേ തുടർന്ന് എനിക്ക് അസിഡിറ്റി വർദ്ധിച്ചു വന്നു. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഞാൻ കുടിച്ചിട്ട് 8 മാസമായി. ഒരു മുളകരച്ച കറി കഴിച്ചിട്ട് 6 മാസമായി. ഞാൻ വെറുതെ മഞ്ഞളും തേങ്ങായും ഉപ്പും ഇട്ടാണ് മീൻ കറി കഴിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു ജീവിതമാണത്, വെറുതെ മഞ്ഞൾ കുടിക്കും. അങ്ങനെ ഇരിക്കെ അതുപോലെ അത് വർദ്ധിച്ച് അർശസും പൈൽസുമായി മാറി. എനിക്കൊരു യാത്ര ചെയ്യാനോ ഒരു വഴിക്ക് പോകാനോ എന്തിന് ഈശോയുടെ അടുത്തൊരു ധ്യാനം കൂടാൻ പോകാൻ പോലും എനിക്ക് പറ്റിയല്ല. കാരണം അവിടെ ചെന്നാൽ അവിടുത്തെ ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കത്തില്ല. എനിക്ക് ആകെ സങ്കടമായി. ഞാനൊരു എരിവിട്ട ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറിനകം എങ്ങനെ ഇരുന്നാലും എൻ്റെ വയറിൽ നിന്ന് ബ്ലഡ് അടക്കം മലം പോകും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. എൻ്റെ അമ്മയാണ് എന്നെ വന്ന് നോക്കിയിരുന്നത്. ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വട്ടായിലച്ചൻ വിളിച്ചു പറഞ്ഞു, മലത്തിലൂടെ ബ്ലഡ് പോകുന്ന 2 പേർക്ക് സൗഖ്യം കൊടുക്കുന്നെന്നാണ്. ഞാനാണെന്ന് അങ്ങ് വിശ്വസിച്ചു. രാത്രിയിൽ വീട്ടിൽ ചെന്ന് അത്താഴം കഴിച്ചപ്പോൾ ഞാൻ ഒരു കാന്താരി മുളക് എടുത്ത് അങ്ങ് തിന്നു. ഒറ്റ കഴിക്കല്. എന്താ കഴിച്ചത്? കാന്താരി മുളക്. കുറെ കാലമായി വിചാരിച്ചിരിക്കുകയായിരുന്നു, അന്നെടുത്ത് ഒറ്റ കഴിക്കല്. അന്നേരം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ മുളക് തിന്നരുതെന്ന്. ഞാൻ പറഞ്ഞേ തിന്നുന്നില്ലെന്ന്. എന്നിട്ട് ഞാനത് തിന്നു. പിറ്റേ ദിവസം കൊണ്ടാട്ടം മുളക് എടുത്ത് തിന്നു. വീണ്ടും മുളക് എടുത്ത് കറി. കുറെ കാലമായി എരിവെന്ന് പറഞ്ഞ സാധനം എന്താന്ന് അറിഞ്ഞിട്ടേ വെറുതെ മഞ്ഞള് തേങ്ങ പീര കഴിച്ച് കിഴങ്ങൊന്നും എനിക്ക് കഴിക്കത്തില്ലായിരുന്നു. ഞാൻ പിറ്റേന്ന് കിഴങ്ങ് മുളക് അരച്ച് കറി വെച്ചു. അത് ദോശ കൂട്ടി സുഖമായി കഴിച്ചു. ശരിക്കും മുളക് അരച്ച് പേസ്റ്റ് ചെയ്ത് അടിച്ചു വിട്ടു. മീൻ കറി മുളക് അരച്ച് വെച്ച് അതും കഴിച്ചു. ഇന്നലെയും എല്ലാം കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഐസ്ക്രീം കഴിച്ചതുപോലെ വയറിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് നല്ല ഉറക്കവും കിട്ടി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക വിധത്തിലുള്ള വേദനയോടെ ദൈവജനം ഈ ശുശ്രൂഷ പങ്കുചേരുകയാണ്. വലിയ വിധത്തിലുള്ള രോഗങ്ങളിലിരിക്കുന്നവർ, വലിയ കണ്ണുനീരിലിരിക്കുന്നവർ, കടബാധ്യതയിരിക്കുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ട യുവതിവാക്കന്മാർ, സകല അവസ്ഥകളിലിരിക്കുന്ന സർവ്വ ദൈവമക്കളെയും സമർപ്പിക്കാം. എല്ലാ രാജ്യങ്ങളിലുമായി കർത്താവ് ഇപ്പോൾ പേര് ചൊല്ലി വിളിച്ച് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന സർവ്വ കുടുംബങ്ങളുടെ മേലും സർവ്വ സമൂഹങ്ങളുടെ മേലും വലിയൊരു അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, അവിടുന്ന് ഇടപെടണമേ കർത്താവേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുമ്പോൾ ദുർചിന്തകൾ വരുന്നവരെ അവിടുന്ന് ഇപ്പോൾ വിടുവിക്കണമേ. യേശുവേ,
മല്ലടിച്ചും മല്ലടിച്ചും മത്സരിച്ചും മത്സരിച്ചും എതിർത്തും എതിർത്തും വിമത സ്വഭാവം കാണിച്ചും വിമത സ്വഭാവം കാണിച്ചും താന്തോന്നിത്വത്തിലേക്ക് വീണുപോയിരിക്കുന്ന താന്തോന്നിത്വത്തിലേക്ക് വീണുപോയിരിക്കുന്ന സർവ മക്കളെയും അവിടുത്തെ ആത്മാവിനാൽ വീണ്ടെടുക്കണമേ. ഈ ശുശ്രൂഷ നിമിഷങ്ങളിൽ ദൈവമക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ അന്ധകാര പീഡകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികൾ കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. സർവ കുടുംബങ്ങളും സ്തുതിക്കുന്നു. ഓ രാജാവേ, കർത്താവേ, അങ്ങയുടെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പകർച്ചകളും പരാജയങ്ങളും ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. സർവ പൈശാചികൾ ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോകട്ടെ. എല്ലാ ദുർബാധകളും നീങ്ങി പോകട്ടെ. മാരക വ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ. അപകടങ്ങളും ദുർമരണങ്ങളും വിട്ടുപോകട്ടെ. മൂപ്പത്താത്ത മരണങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. വിദ്യാർത്ഥിനികൾ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ അഹങ്കാര കോട്ടകളും തകരട്ടെ. സർവ ദുശീലങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. മധ്യ പിശാചി വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഈ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. ഈ കുടുംബങ്ങളിൽ കൃപ നിറയ്ക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ കർത്താവേ. സന്തോഷം നൽകണമേ കർത്താവേ. കൃപ നിറയ്ക്കണമേ കർത്താവേ. അഭിഷേകം നൽകണമേ കർത്താവേ. ഉണർവ് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ കരങ്ങൾ ഇപ്പോൾ ഈ മക്കളുടെ മേൽ വെക്കണമേ. രോഗികളായിരിക്കുന്ന ഓരോ മകനെ സ്പർശിക്കണമേ കർത്താവേ. ശ്രദ്ധ കിട്ടാത്തവരും ഏകാഗ്രത നഷ്ടപ്പെട്ടവരും വിശ്വാസം മങ്ങിപ്പോയവരുമായ എളിയ മക്കളുടെ മേൽ അങ്ങയുടെ ദിവ്യമായ സ്പർശനം നൽകി വീണ്ടെടുക്കണമേ കർത്താവേ. അങ്ങയെ ഉയർത്താൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ മകനെയും ആശീർവദിക്കുന്നു. ഓരോ മകളെ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളിലേക്ക് കൃപ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത് സംഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വിനാശകരമായ ദൈവനിഷേധം. ദൈവഭയമില്ലാതെ വിനാശകരമായ പാതയിൽ ചരിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് ദൈവം വേദനിക്കുന്നു. അവർക്ക് വലിയ പ്രത്യാഘാതം വരാനിരിക്കുന്നു. വിശുദ്ധ യൂദാസ്ലീഹയുടെ ലേഖനത്തിൽ 6-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അവരെ അന്ധകാരത്തിൻ്റെ നിത്യ തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനാശകരമായ വിധത്തിൽ ദൈവനിഷേധത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യയാണ് ഇന്ന് ഓരോ വിശ്വാസിയും തങ്ങളുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അച്ഛൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ നിന്ന് കുറച്ച് എളിയ മക്കൾ വന്ന് വലിയ കണ്ണുനീരോടും വേദനയോടും കൂടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. പ്രാർത്ഥനാ ഗ്രൂപ്പെല്ലാം തല്ലിപ്പറിച്ച് കളഞ്ഞ്, ഒരാൾക്കും പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, ഒരാളെയും വെറുതെ വിടുന്നില്ല, നിരന്തരം പിന്നാലെ നടന്ന് പീഡിപ്പിക്കുകയാണ്. കഠിനമായ തരത്തിലുള്ള ഒരു പീഡനത്തെക്കുറിച്ച് ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നോട് പങ്കുവെച്ചു. എനിക്ക് സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, ആരാണ് ഇതിനൊക്കെ ഇത്രയും ക്രൂരതയോടെ പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് അവർക്കെന്താ കുഴപ്പം?
അപ്പോൾ അവർ ആ ഇടവകയിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ കൊടിയ ദൈവനിഷേധത്തിന്, ദൈവനിന്ദാകരമായ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക്, ദൈവഭക്തരെ ദുഷിക്കാനും അവരെ നശിപ്പിക്കാനും അവരെ വേരോടെ ഉന്മൂലനം ചെയ്യാനും വേണ്ടി ആ ഒരു നിഷേധ പ്രവർത്തനങ്ങളിൽ വീറോടും വാശിയോടും കൂടെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. ഇതാ ക്ഷീണിച്ച അവശനായി എല്ലും തോലുമായി ഞാൻ കാണുകയാണ്. ഞാൻ ചോദിച്ചു, സ്നേഹിത, താങ്കൾ എങ്ങനെ ഇങ്ങനെയായി? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, വധശിക്ഷ വരെ ലഭിക്കാവുന്ന വലിയൊരു തെറ്റിൽ ഞാൻ അകപ്പെട്ടു. ഒന്നുകിൽ വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം. രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരും. ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങണില്ല. ആദ്യം ടെൻഷനും കൊണ്ട് ഞാനൊന്ന് തകർന്നിരിക്കുകയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ്റെ സ്ഥിതി കണ്ട് എൻ്റെ ഹൃദയം അലിഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് ഏറ്റെടുക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ദിവസങ്ങളോളം അട്ടപ്പാടിയിലുള്ള താവളത്തെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നേരത്തെ കൂട്ടി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എത്രയോ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഒരു രീതിയായിരുന്നു. അങ്ങനെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ കൂടെയുള്ള പലരും കർത്താവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു. കർത്താവെ, കൈക്കുഞ്ഞുങ്ങളാണ്, നിഷ്കളങ്കയെ ഭാര്യയാണ്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച സംഭവിച്ചു. ഇദ്ദേഹം ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, സഹായിക്കണം. കണ്ണീരിട്ടുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. ആ വലിയ ആ കാര്യത്തിന് അദ്ദേഹത്തിന് മാപ്പ് ലഭിച്ചു. അദ്ദേഹം റിലീസ് ചെയ്യപ്പെട്ടു. അദ്ദേഹം സ്വതന്ത്രനായി. അദ്ദേഹത്തിന് അതിൽ നിന്ന് മാപ്പ് കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവകാശം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായി? ഇന്ന് അദ്ദേഹം ഇടവകയിൽ ദൈവഭക്തന്മാരെ വേട്ടയാടുന്നവനായി മാറിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവരെ ദുഷിക്കുക, അവരുടെ സർവ്വ കുറ്റങ്ങളും കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുക, അവരെ നശിപ്പിക്കുക, ഇടവകയിൽ ദൈവഭക്തി ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വേദന ഇരിക്കുമ്പോഴാണ് ഇതാ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇദൃശ്യമായ മറ്റൊരു രംഗം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള തിരുലിഖിതങ്ങൾ, മോശയും കൂട്ടരും സീനായ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായ ഒരു രംഗമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാളയത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടു. അത് കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. മോശ മലമുകളിൽ നിന്ന് തീവ്രമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താഴ്വാരത്ത് ജനങ്ങൾ എന്താണ് ചെയ്തത്? അവർ അഹറോനെ നിർബന്ധിച്ച് അവരുടെ സ്വർണവും വെള്ളിയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരുക്കി വലിയ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയുടെ ചുറ്റിനും തിമിർത്താടുന്ന വിഗ്രഹാരാധനയുടെയും ദൈവനിഷേധത്തിൻ്റെയും ദൈവമയമില്ലാത്തൊരു കൂത്താട്ടത്തിൻ്റെ രംഗം ആ താഴ്വാരത്ത് അരങ്ങേറുകയാണ്. ഇത് കണ്ട മോശയുടെ ഉള്ളിൽ വലിയ ക്ഷോഭം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഈ ജനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ ജനത്തിൻ്റെ മുൻപത്തെ സ്ഥിതി എന്തായിരുന്നു? ഈജിപ്തിൽ ആ ഫറവോയുടെയും മേലാളന്മാരുടെയും കീഴിൽ കടന്ന് ചാട്ടടിയേറ്റ് കിരാതമർദ്ദനമേറ്റ് ഞെരങ്ങി നിലവിളിച്ച് ദൈവമേ എന്ന് നിലവിളിച്ച് ദൈവം സ്വർഗ്ഗത്തിൽ ഇരിക്കപ്പെടുത്തിയില്ലാതെ താഴ്ത്തിറങ്ങി വന്ന് എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈജിപ്തിലേക്ക് ഇറങ്ങാൻ തക്കവണ്ണം അത്രയ്ക്കും കിരാതമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ജനമാണ് ഈ ജനം. അതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതത്തിലും 13-ഉം 14-ഉം തിരുലിഖിതങ്ങളിലും നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം അതിൽ 11-ാം തിരുലിഖിതം, അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റാംസസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു.
വീണ്ടും 13-14 തിരുലിഖിതങ്ങൾ. അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി. മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേല്യർ നിർബന്ധിതരായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അടിയും തൊഴിയും കിരാതമായ മർദ്ദനവും ക്രൂരമായ മേൽനോട്ടവും നിമിത്തം അവരുടെ അധരങ്ങളിൽ നിന്ന് എല്ലാ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി, എല്ലാ കവിളുകളും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു, എല്ലാ അധരങ്ങളും ദൈവത്തെ നോക്കി വാവിട്ട് നിലവിളിച്ചു. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞ് ദൈവം നേരിട്ട് ഇറങ്ങി വരാൻ തക്കവണ്ണം ഈ നിലവിളി അത്ര അസഹനീയമായിരുന്നുവെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അടിയും കിരാതമായ മർദ്ദനവും ഭക്ഷണം കിട്ടാതെ ക്ഷാമവും ഞെരുക്കവും പട്ടിണിയും സഹിച്ച് എല്ലും തോലുമായൊരു ജനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്ത് അവരെ നടത്തി കൊണ്ടുവന്നു. അങ്ങനെ നടത്തിക്കൊണ്ടുവന്നതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 78-ാം അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കടന്നു പോകാൻ അവിടുന്ന് കടലിനെ വിഭജിച്ചു. അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി, ജലം നദി പോലെ ഒഴുകി. എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി കൂടുതൽ പാപം ചെയ്തു. ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മറന്നു. ഇന്നലകളിലെ ഈജിപ്തിലെ ആ കഠിനമായ വേദനകളും ആ വാവിട്ടുള്ള നിലവിളിയും ആ കിരാതമായ മർദ്ദനങ്ങളും അവർ മറന്നു. ദൈവം അവിടെ വന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ഫറവോയുടെ കരങ്ങളിൽ നിന്ന് വിടുവിച്ചത് അവർ മറന്നു. ദൈവം ചെയ്ത അത്ഭുതങ്ങളും സ്നേഹവാത്സല്യത്തിൻ്റെ എല്ലാ നേതൃത്വങ്ങളും ഇടപെടലുകളും അവർ മറന്നു. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായത്തിൽ 42-43 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും അവർ ഓർത്തില്ല. എല്ലാം അങ്ങോട്ട് മറന്നു. സാഹചര്യം അനുകൂലമായപ്പോൾ എല്ലാം അങ്ങോട്ട് മറന്ന് അർമാദിക്കാൻ തുടങ്ങി. കാളക്കുട്ടിയെ ഉണ്ടാക്കുക, 4 കാലും പറിച്ച് ചാടുക, തിമിർത്താടുക. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറയുമോ, നിഷേധത്തോടെ അത് തന്നെ ചെയ്തു കൂട്ടുക. തങ്ങളുടെ സ്വന്തം നിലമറന്ന് ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? ഒരു കാലത്ത് നന്നായി പ്രാർത്ഥിക്കും, ഒരു കാലത്ത് ദൈവത്തെ അന്വേഷിക്കും. എന്നാൽ സമൃദ്ധി വന്നു കഴിയുമ്പോൾ, എല്ലാത്തിലും മികവും തികവും ഉണ്ടായി കഴിയുമ്പോൾ, ഒരു നിലയായി കഴിയുമ്പോൾ ദൈവാരാധന ഇല്ലാതാവുക, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുക. ദൈവഭവനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം നേതൃത്വം കൊടുത്ത്, ദൈവം പരിപാലനം നൽകി, ദൈവം നടത്തി, ദൈവം വളർത്തി, ദൈവം അനുഗ്രഹിച്ച്, ദൈവം കൃപ നൽകി. ഇന്നത്തെ സ്ഥിതി എന്താ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുന്നില്ല. ഒരു മന്ദത, ഒരു മരവിപ്പ്, ദൈവത്തോട് താല്പര്യമില്ല, ഒരു ഇൻസെൻസിബിലിറ്റി. ഇത് തന്നെയല്ലേ നോഹയുടെ ആ ജലപ്രളയത്തിൽ തൊട്ടു മുമ്പ് ആ നാട്ടിൽ നടമാടിക്കൊണ്ടിരുന്നത്? ഇത് തന്നെയല്ലേ ലോത്തിന്റെ കാലത്ത് ആ സോദോം ഗൊമോറ നഗരങ്ങൾ അഗ്നിക്ക് ഇരയാകുന്നതിന് മുമ്പ് ആ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്? നീതിമാനായ ലോത്ത് ഇത് കണ്ട് ഒരുപാട് വേദനിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ട്രെൻഡ് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ കാര്യങ്ങളോട് ഒരു ഇൻസെൻസിബിലിറ്റി, ദൈവിക കാര്യങ്ങളോട്, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളോട് ഒരു വിമുഖത, ഒരു നിസ്സംഗത, ഒരു തുറവിയില്ലായ്മ, അടഞ്ഞുപോയ ഹൃദയങ്ങൾ, പൊട്ടണലിയെ പോലെ അടഞ്ഞ കണ്ണുമായും അപരിച്ഛേദിതമായ ഹൃദയവുമായി ആത്മീയ കാര്യങ്ങളുടെ മുമ്പിൽ വിമുഖത കാണിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് വലിയ പ്രത്യാഘാതം വരുമെന്ന് തന്നെയാണ് യൂദാശ്ലീഹയുടെ ലേഖനത്തിലെ 6-7 തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഠിനമായ മാത്സര്യം, ദൈവത്തോടുള്ള ഈ വിമത സ്വഭാവം ഇത് നന്നല്ല. അടിച്ചു കൊഴിക്കുന്ന ദൂതൻ എനിക്ക് നിങ്ങൾക്കെതിരായി കടന്നു വരുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 11-ാം തിരുലിഖിതം, അധമൻ കലാപകാരിയാണ്, ക്രൂരനായ ഒരു ദൂതൻ അവനെതിരെ നിയോഗിക്കപ്പെടും. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരു കാലത്ത് എളിമയുണ്ടായിരുന്നു, ഒരു കാലത്ത് പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒരു കാലത്ത് ആത്മീയ കാര്യങ്ങളും ആവേശം ഉണ്ടായിരുന്നു. ഇന്ന് മന്ദത ബാധിച്ച്, ഇന്ന് ഉണർവില്ല, ഇന്ന് ലോക താല്പര്യമാണ്, ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ്. ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അപജയത്തെ അറിഞ്ഞ് എൻ്റെ ദൈവത്തിലേക്ക് തിരികെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വഴിതെറ്റിപ്പോയ നക്ഷത്രങ്ങളെ അവിടുന്ന് ഇപ്പോൾ കൈകൊണ്ട് തൊട്ട് നേർ വഴിക്ക് കൊണ്ടുവരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനെയും മകളെ അനുഗ്രഹിക്കണം കർത്താവേ. ദുർനടപ്പ്, ദുർവൃത്തി, ലോകപ്രകാരമുള്ള മാത്സര്യം യേശുനാമത്തിൽ ചിഹ്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. Hallelujah. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. Hallelujah. 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 ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus.